ഇന്നലെ വൈകുന്നേരം മുതൽ പനി തുടങ്ങിയിട്ടുണ്ട്. നല്ല കഫക്കെട്ടുണ്ട്, നെഞ്ഞിൻ്റെ ഉള്ളിൽ നല്ല കഫമുണ്ട്. അപ്പോൾ അത് കാരണം ഇവർ തരണോണ്ട് എനിക്ക് തിന്നാൻ കഴിയൂല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കഴിക്കണില്ല കാശ്. നമ്മൾ ബോംബെ പോണ വഴിക്കല്ലേ ഒരു മലയാളി ഹോട്ടലാണിത്, മലയാളീസിൻ്റെ ഹോട്ടലാണ്. അപ്പോൾ ഞങ്ങൾ പോണ വഴിക്ക് വണ്ടി കണ്ട് അവർ കോൾ ചെയ്തുകൊണ്ട് നമ്മളെ വിളിച്ച് ക്ഷണിച്ചതാണ്. അപ്പോൾ ജസ്റ്റ് അവിടെ ഒന്ന് കയറി. സംഗതി ഒരു രക്ഷയില്ലാത്ത ആംബിയൻസ് ഉള്ള സ്ഥലം കേട്ടോ. മലയാളീസിൻ്റെ ഹോട്ടലാണ്. പക്ഷെ എന്താ വെച്ചാൽ ഇവിടുത്തെ ഐറ്റം ഫുഡായിരിക്കും ഉള്ളത്. അപ്പോൾ മലയാളീസിൻ്റെ ഹോട്ടൽ എവിടെ തിരഞ്ഞു നടക്കണ്ട, ലൊക്കേഷനും കാര്യങ്ങളും ഞാൻ ഇതിൽ കൊടുക്കാം. എന്താ പറയുക 6 കിലോമീറ്ററിൻ്റെ അപ്പുറം പോയിട്ടുണ്ടായിരുന്നു. പിന്നെ മൂപ്പരെ വിളിച്ചപ്പോൾ നമ്മൾ നാട്ടുകാരും വിളിച്ചപ്പോൾ നമ്മൾ തിരിച്ചു വരാതിരിക്കണം മോശമായതുകൊണ്ടാണ് ഞങ്ങൾ തിരിച്ചു വന്നത്. പിന്നെ ഞാൻ പറയാനുള്ളത് എന്താ വെച്ചാൽ ഇതിനെ പോണ ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് ഒരു മലയാളീസ് ഉണ്ട് ഇവിടെ. അപ്പോൾ ഹോട്ടലിൽ കയറാം. നമ്മളെ മലയാളി കേരള ഫുഡൊന്നും അല്ലെങ്കിൽ പോലും ബി വണ്ടി ദർബാർ മലയാളി കേരള ഫുഡൊന്നും അല്ല കേട്ടോ. കറക്റ്റ് സ്ഥലം എന്ന് പറഞ്ഞാണ് ഇത് ബോംബെ ഗോവ ഹൈവേ റോഡിലാണ്. ഇവിടുന്ന് പനവേൽക്ക് ഇവിടുന്ന് ഇത് കൊളാട് എന്ന് പറഞ്ഞ സ്ഥലമാണ്. കൊളാട് എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇവിടുന്ന് ഒരു 70 കിലോമീറ്റർ ഉണ്ടാവും പനവേൽക്ക്. 70 കിലോമീറ്റർ. ഇത് ഗോവന്റെയും ബോംബെന്റെയും ഒരു സെന്റർ ബൈറ്റ് സെന്ററിൽ വരും. അല്ല, നമ്മൾ ഒരുപാട് മലയാളീസ് പോകും. പക്ഷെ ഈ ഹോട്ടലിൽ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ നാട്ടിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു പുഴയുണ്ട്, പാലുണ്ട്. ആ പാലം കഴിഞ്ഞ ലെഫ്റ്റ് സൈഡ് തന്നെയാണ്. അപ്പൊ ഇത് പറയാൻ കാരണം എന്താ പറയുക, പലയിടത്തും ഫുഡ് കഴിച്ചാൽ പല വയറിന് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരും. അപ്പൊ ഒരു മലയാളീസിന്റെ ഹോട്ടലാണ്. അപ്പോൾ അതാകുമ്പോൾ വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും വരില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു സ്ഥലം കാണിച്ചു തരാൻ മെയിൻ ആയിട്ട് കാരണം. ഇതെന്താ സാധനം? എന്താ സാധനം പറഞ്ഞേ? മടുക്ക റബഡി എന്ന് പറയാണ്ട്. മടുക്ക റബഡി. ഇപ്പൊ എന്താ വെച്ചാലേ തണുപ്പില്ലാന്ന് നിങ്ങൾ പറയും, നിങ്ങൾ തിന്നോയിക്കോളി. കാരണം എന്താ വെച്ചാ നമുക്ക് തിന്നാൻ പറ്റൂല. ഇന്നലെ വൈകുന്നേരം മുതൽ പനി തുടങ്ങിയിട്ടുണ്ട്. നല്ല കഫക്കെട്ടുണ്ട്, നെഞ്ഞിൻ്റെ ഉള്ളിൽ നല്ല കഫമുണ്ട്. അപ്പോൾ അത് കാരണം ഇവർ തരണോണ്ട് എനിക്ക് തിന്നാൻ കഴിയൂല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കഴിക്കണില്ല കാശ്. ഇതെന്താ സാധനം? സീതാഫൽ ക്രീം. സീതാഫൽ ക്രീം. വെറൈറ്റി സാധനങ്ങളാട്ടോ ഇവിടെ ഉള്ളത്. അപ്പൊ ഈ ഒരു ആംബിയൻസിൽ ഇങ്ങനെ ഇരുന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ കഴിക്കാം. നല്ല കിടല സാധനങ്ങൾ. ഇച്ചിരി കഴിച്ചു നോക്കിയാ നല്ല രസമുണ്ട്. ഫുഡ് കഴിച്ചാണെന്നൊക്കെ പറഞ്ഞിട്ടും ഞാൻ ഉച്ചയ്ക്കുള്ള ഫുഡ് നിങ്ങൾ കൊണ്ടുപോയിക്കോളി പറഞ്ഞ പാർസലാക്കി തന്നിട്ടുണ്ട്. ഈ മുതല് എന്താണ് മലയാളീസിന്റെ പ്രത്യേകത. മലയാളീസ് എവിടെ ഉണ്ടെങ്കിലും നമ്മൾ കുടുങ്ങൂലെന്ന് മനസ്സിലാക്കിക്കോളി. ഞങ്ങൾ വെള്ളം ക്യാന് വരെ വെച്ചെന്ന് വെച്ചാൽ അതവിടെ കയ്യിൽ വെച്ചോളി എന്ന് പറഞ്ഞിട്ട്. ഇതാണ് സ്നേഹം. ഭക്ഷണം കാര്യങ്ങളൊന്നും വേണ്ടെന്ന് പറഞ്ഞിരുന്നു ചിന്നെ. പക്ഷെ മൂപ്പര് പിന്നെ ഭക്ഷണം ഞങ്ങൾക്ക് കഴിക്കാനുള്ളത് പാർസലാക്കി. തിന്നിട്ട് ഞങ്ങൾ അഭിപ്രായം പറയും കേട്ടോ. എന്നാൽ നമ്മൾ മലയാളികളില്ലാത്ത സ്ഥലങ്ങളില്ല. എന്തായാലും എല്ലാവരോടും സ്നേഹം മാത്രം, അത്ര ഉള്ളതിലൊക്കെ പറയാമല്ലോ. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ ഇപ്പോഴും ഉണ്ടല്ലോ എന്ന് ആലോചിച്ചു. കാരണവരോട് പ്രത്യേക നന്ദി. അപ്പൊ ഞങ്ങൾ ഇറങ്ങിയാലോ? മഹാരാഷ്ട്ര കഴിഞ്ഞതേ ഓർമ്മയുള്ളൂ. അല്ല മുനീറേ, ഇതോടെ ദുബായിലപ്പ നമ്മളുള്ളത്? അല്ല, ഇതാണ് ബോംബെ. അധോലോകങ്ങളുടെ നാടാ? അതെ, അധോലോകങ്ങളുടെ നാടായ ബോംബെ. ഗായ്സ്, അപ്പൊ നമ്മള് ബോംബെയിൽ എത്തി തുടങ്ങി. അപ്പൊ ഇനി ബോംബെത്തെ വിശേഷങ്ങളും കാഴ്ചകളും കാണാം. അപ്പൊ ഇതാണ് നമ്മളെ നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത ബോംബെത്തെ ആ കടലിന്റെ മുകളിലൂടെ ഉള്ള ഒരു ഹെവി പാലെന്ന് പറയുന്ന സാധനം. മക്കളിത് കണ്ടോളി. ഇത് വേറെ റേഞ്ചാട്ടോ. ഇത് നമ്മൾ ഈ ഒരു റേഞ്ചിലല്ല നിങ്ങൾ കാണേണ്ടി. 0.5 നമ്മൾ കാട്ടിത്തരും. അതാണ് കണ്ടോ. ഇതൊക്കെ ബാർബർ ഷോപ്പ് ഇടുന്ന ഓരോരുത്തരുടെ അവസ്ഥ കാണുമ്പോ ഇവിടെ വരുമ്പോ എന്താ ചെറിയ വരുന്നത്. ഓരോ ബാർബർ ഷോപ്പിന്റെ സ്പേസ് കണ്ടോളി. കുതിരാളെ ഇതാണ് ബോംബെത്തെ ബാർബർ ഷോപ്പ്. വേണമെന്നുണ്ടെങ്കിൽ കണ്ടോളി. ഇതാണ് ബാർബർ ഷോപ്പ്. ചെറിയ ഒരാൾക്ക് നിക്കാൻ പാകത്തിന്. അവിടെയൊക്കെ എന്താണ് സെറ്റപ്പ് ആക്കല്. ഇതൊക്കെ മതി ഇവിടെ. എന്താ ബാർബർ ഷോപ്പിന്റെ അവസ്ഥയാണ് ഇപ്പൊ ഈ കാണുന്നത്. നിങ്ങൾ ശരിക്കും കാണുന്നുണ്ടോ? അല്ലെങ്കിൽ ഞാൻ ഒന്നുകൂടി സൂം ചെയ്ത് കാട്ടിത്തരാം. ഇതൊരു ഷോപ്പ്, ഇത് അടുത്ത ഷോപ്പ്. ആ വാമോസ് മെസ്സി എത്തി ഇവിടെ നടക്കണേ. പോയി പ്രാക്ടീസ് ചെയ്യേ. അപ്പൊ ബോംബെത്തെ കാഴ്ചകളും വിശേഷങ്ങളും കഴിഞ്ഞിട്ടുള്ള മക്കളെ കാണാത്ത കാഴ്ചകൾ നമ്മൾ കാട്ടിത്തരും.